ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രം നാളെ രാവിലെ റിലീസിനെത്തുകയാണ്. സിനിമ ഏറെയും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് ലഭിക്കുന്നതെന്ന് തന്നെ പറയാം. സിനിമയുടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഗംഭീരമായിട്ടുള്ള തലത്തിലാണ് തിയേറ്റർ കൗണ്ടുകൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അധികം സിനിമകളൊന്നും തിയേറ്ററുകളിലില്ല. അതുതന്നെയല്ല, കുറച്ച് നാളുകളായി തിയേറ്റർ വേക്കൻ്റ് എന്ന് തന്നെ പറയാം. ചില സിനിമകൾ വന്നുവെങ്കിലും അത്രത്തോളം തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സിനിമകൾ തന്നെയാണ് നമുക്ക് സമീപകാലത്തൊക്കെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ജാനകിയുടെ ഈ ഒരു വരവ്, അതായത് ഇവിടെ നമുക്ക് കൊടുമ്പിരി കൊണ്ട ചർച്ചകളും ഏറെ ദിനങ്ങൾ ഈ സിനിമ വൈകിപ്പിച്ചതുമൊക്കെ നമുക്കറിയാം. സെൻസർ ബോർഡിൻ്റെ ആ ഒരു തീരുമാനത്തിൽ ജാനകി വി വേഴ്സസ് എന്നുള്ള പേരിലേക്ക് മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ റിലീസ് പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് പലരും ഈ ഒരു സിനിമ എന്നാണ് റിലീസ് ചെയ്യുന്നത് ഉള്ളത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലും, പക്ഷേ ഇന്നലെ വരെയും നാളെയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് വളരെ കുറച്ച് പേര് മാത്രമാണ് അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിനിടയിലും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള കേരള തിയേറ്ററുകൾ ലിസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. തിയേറ്റർ കൗണ്ടുകൾ ഏകദേശം 300-നടുത്തുള്ള തിയേറ്ററാണ് കിട്ടിയിരിക്കുന്നത്. സിനിമയ്ക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന കാര്യവും മറ്റൊന്നുമല്ല, വേറെ മത്സരിക്കാൻ ഒരു സിനിമ പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ സുരേഷ് ഗോപിയിൽ നിന്ന് ഇങ്ങനെയൊരു സിനിമ വരുമ്പോൾ ഒരു ഗംഭീര കോർട്ട് റൂം ഡ്രാമ എന്ന് തന്നെ നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ അത് സുരേഷ് ഗോപിയാകുമ്പോൾ അതൊരു പൊലിപ്പിക്കൽ തന്നെയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഉണ്ടാവില്ല. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് കേന്ദ്രമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ചെയ്യുന്ന വർഷത്തിൽ ഒരു സിനിമ എന്നുള്ള ലെവലിൽ അങ്ങനെ ചെയ്യുന്ന ഈ ഒരു സിനിമ ഒരു ഒന്നൊന്നര സംഭവമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അണിയറയിൽ നിന്ന് കിട്ടിയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് ഒരു നല്ല ത്രെഡ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ കാര്യമായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, എങ്ങനെയാണ് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ദ കിങ് അല്ലെങ്കിൽ കമ്മീഷണർ പോലെയുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിരുന്നത്, അതേപോലെ തന്നെ സമകാലീന രാഷ്ട്രീയവും അതേപോലെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന, ആളുകൾ കാണാൻ കൊതിക്കുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും എന്നുള്ളതാണ് അറിവും കിട്ടിയിരിക്കുന്നത്. ട്രൂത്ത് ഷാൽ ഓൾവേസ് പ്രിവീൽ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റായി പറയുന്നത്. ഇവിടെ സുരേഷ് ഗോപി ഒരു വക്കീൽ വേഷത്തിൽ വരുമ്പോൾ നമ്മൾ കാണാൻ കൊതിക്കുന്ന തരത്തിലുള്ള ആ ഒരു ക്യാരക്ടർ നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അതായത് കാത്തിരിക്കാം. ഒരു പക്ക കോർട്ട് റൂം ഡ്രാമ സിനിമയിലേക്ക് വരുമ്പോൾ ഇത്രത്തോളം ഗംഭീരമായ തിരക്ക് അല്ലെങ്കിൽ തിയേറ്റർ ലിസ്റ്റുകളാണ് കിട്ടിയെങ്കിൽ വിദേശത്തും മികച്ച രീതിയിലാണ് സിനിമയ്ക്ക് തിയേറ്റർ ലിസ്റ്റുകൾ കിട്ടിയിരിക്കുന്നത്. ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, KSA, അതേപോലെ UAE തുടങ്ങിയിടത്തെല്ലാം തന്നെ മികച്ച രീതിയിൽ, ഒരുപക്ഷെ സുരേഷ് ഗോപി സിനിമകളിലെ ഏറ്റവും മികച്ച തിയേറ്റർ കൗണ്ടുകളുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. USA സിനിമ 25-നായിരിക്കും റിലീസ് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. കാത്തിരിക്കാം. എന്തായാലും സിനിമയുടെ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് നാളെ എത്താം. സിനിമ 10 മണിക്കാണ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോൾ, 2.5 മണിക്കൂറോളമാണ് സിനിമയുടെ ദൈർഘ്യമായി പറയുന്നത്. ഉച്ചയ്ക്ക് 1 മണി ആ സമയമാകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടുമുള്ള അഭിപ്രായങ്ങൾ അറിയാൻ കഴിയും. എന്തായാലും സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളുമൊക്കെ നൽകുന്ന സൂചന ഒരു വമ്പൻ സൂപ്പർ മെഗാ ഹിറ്റായിരിക്കും എന്നുള്ളത് തന്നെയാണ്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. സുരേഷ് ഗോപി ആരാധകരാണെങ്കിൽ ഇടിച്ച് കയറിവ എന്നാണ് പറയാനുള്ളത്.